മനസ്സിലെ വിഷമങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? എങ്കിൽ ഇനി അത് തിരുത്തേണ്ടതുണ്ട്. കാരണം നിങ്ങൾ തുറന്ന് സംസാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ അനുഭവിച്ച ആ ഒരു വേദന എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. കാരണം നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും നിങ്ങളുടെ ഇമോഷൻസോട് കൂടിയിട്ടാണ് നിങ്ങളത് മറ്റുള്ളവരോട് പറയുന്നത്. നിങ്ങൾ അനുഭവിച്ചത് എന്തെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. കേൾക്കുന്നവർക്ക് അതൊരു കഥകൾ മാത്രമാണ്. അതുകൊണ്ട് ഇനി മുതൽ മറ്റുള്ളവരോട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും തുറന്ന് സംസാരിക്കാതിരിക്കുക. സംസാരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം. കാരണം നിങ്ങൾ പറയുന്നത് നാളെ അവർ മറ്റുള്ളവരോട് പറഞ്ഞു നടന്നെന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള, നിങ്ങൾക്ക് വിശ്വസനീയമായ ആളുകളോട് മാത്രം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ആരോടും ഒന്നും പറയാനായിട്ട് നിൽക്കരുത്. കാരണം ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം നാളെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. നാളെ നമ്മൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ പല സ്വകാര്യതകളും നാളെ അവർ മറ്റുള്ളവരോട് പരസ്യമാക്കിയെന്ന് വരാം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഓരോ പ്രശ്നങ്ങളും മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുമ്പോഴും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളാണോ, അവസാനം വരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കുമോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് മാത്രം നിങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഇന്ന് പലർക്കും ഈ ഒരു കാര്യത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളോട് നമ്മൾ തുറന്ന് പറയും, അല്ലേ? ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഉറ്റ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഭർത്താവ് തന്നെ ആയിരിക്കാം. നമ്മൾ തുറന്ന് സംസാരിക്കുന്ന ഓരോരോ പ്രശ്നങ്ങളും അവർ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ അതവർക്കൊരു കഥകൾ മാത്രമായിരിക്കും. നിങ്ങൾ അനുഭവിച്ചത് എന്താന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. കേൾക്കുന്നവർക്ക് അതൊരു കഥ മാത്രമാണ്. നാളെ അതേ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഓരോ രഹസ്യങ്ങളും അവർ മറ്റുള്ളവർക്ക് മുമ്പിൽ പരസ്യമാക്കിയെന്ന് വരാം. അത് നിങ്ങളുടെ ഹൃദയത്തെ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. പിന്നീട് അതൊരു പരിഹാസവാക്കുകളായി, കുത്തുവാക്കുകളായി നിങ്ങൾക്ക് തന്നെ അതൊരു ആയുധമാക്കി അവർ പുറത്തേക്കെടുക്കും. ഇങ്ങനെ പലരുടെ ബന്ധങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യമാണിത്. ഇത് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യവുമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളെ മറ്റുള്ളവരോട് തുറന്ന് സംസാരിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തി തനിക്ക് വിശ്വസനീയമായ ഒരാളാണോ എന്ന് 100 വട്ടം നിങ്ങൾ ചിന്തിക്കേണ്ടത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വകാര്യതകൾ എല്ലാവരോടും തുറന്ന് സംസാരിക്കരുത്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാവരോടും തുറന്ന് പറയരുത് എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തെറ്റുകൾ എല്ലാവർക്കും പറ്റാം. അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇത് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഇനി നമുക്കതെല്ലാം വിടാം. പക്ഷെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇത് നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ അത് നിങ്ങൾ സ്വയം പരിഹരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളോടൊന്നിനെ ചോദിക്കുക, നിങ്ങളുടെ ഉള്ളിലെ കുറവുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ തിരുത്താനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും കുറവുകളുണ്ടല്ലേ? എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെ ഈ ലോകത്തിലില്ല. അപ്പൊ നിങ്ങളോട് തന്നെ കുറച്ചു നേരം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്തുള്ള മൈനസും പോസിറ്റീവും എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ തന്നെ തിരുത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പ്രശ്നങ്ങൾ വരുമ്പോൾ അതെങ്ങനെ പരിഹരിക്കണമെന്നും മനസ്സിലാക്കാൻ പഠിക്കുക. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് പഠിക്കുക. സോ ഹാപ്പി ലൈഫ്, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ടേക്ക് കെയർ. ബൈ.